ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്വാമി അദ്ദേഹം എന്താ പറയുക വാവരെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രസ്താവന ഇറക്കി വളരെ വിവാദമായി, കേസൊക്കെ ആയി. അപ്പോൾ അദ്ദേഹത്തെ ഏറിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ഉസ്താദ് അൻസാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. എന്ന് പറയുമ്പോൾ എന്താ ഇത്ര പ്രശ്നം മറ്റുള്ളവർക്ക്? വാവരെന്ന് പറയാത്തതാണോ? ഇപ്പൊ വാവരെന്ന് ഉള്ള പേര് എവിടെ നിന്നുണ്ടായി? അത് മുസ്ലിമിന്റെ പേരാണെങ്കിൽ മുസ്ലിമിന് വാവർ എന്നുള്ളൊരു പേരില്ല. അതൊരു ഒന്ന് ബാബർ എന്നുള്ള പേരാണുള്ളത്. എന്തുകൊണ്ടാണ് ബാബർ എന്നുള്ള പേര് ഇവിടെ ഇല്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ട്, ആ പേരുണ്ട്. പക്ഷെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ആ പേരിടുന്നില്ല? എന്തുകൊണ്ട് ഔറംഗസീബ് എന്നുള്ള പേരിടുന്നില്ല? ഉണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താണ്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ സംസ്കാരം എന്ന് തന്നെ പറഞ്ഞൂടെ, സംസ്കാരഹീനത, അല്ലെങ്കിൽ മൃഗീയത, പൈശാചികത, മനുഷ്യത്വരാഹിത്യം, അത് ആ പേരിൽ തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമ്മൾ ഓർക്കുന്നത്. പ്രിയപ്പെട്ട സ്വാമി അയ്യപ്പനോടൊപ്പം വാവർ എന്ന കഥാപാത്രത്തെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത് നീയെ ചാപ്പ. ആ ക്ഷേത്രത്തിൽ വാവർ നടയുണ്ടാക്കിയതും നീയെ ചാപ്പ. ഒടുവിൽ തീവ്രവാദത്തിനും ഭീകരവാദത്തിൻ്റെയും മുഖമുദ്രയായി വാവരെ സങ്കല്പിച്ചതും സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതും നീയെ ചാപ്പ. ഇതിൽ ഞങ്ങളുടെ പ്രസക്തി എന്താണ്? ഇതിലേക്ക് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും വലിച്ചിഴക്കുന്നതിന് വേണ്ടി മനസ്സിലാകുന്നില്ല. നിങ്ങൾ വാവരെ പ്രതിഷ്ഠിച്ചാലും നിങ്ങൾ വാവരെ തള്ളിക്കളഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല. ഞങ്ങൾ ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ട് നടക്കുന്നവരല്ല. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് അള്ളാഹും റസൂലുമാണ്. ഞങ്ങൾ ആ ചരിത്രം ആഴത്തിൽ പഠിച്ചവരുമാണ്. അതിനെ പ്രത്യേകം ഞങ്ങൾക്ക് ഒന്നുമില്ല. കാര്യം മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിനോ ഞങ്ങളുടെ ജീവിതത്തിനോ ഇത് ബാധിക്കുന്ന വിഷയമേ അല്ല. നിങ്ങളാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ വാവരെ പൊളിച്ച് കളയുകയോ വാവരെ തീവ്രവാദി ഭീകരവാദിയാക്കുക, അതൊക്കെ നിങ്ങളുടെ കാര്യം. നിങ്ങളിതിലേക്ക് മുസ്ലിമീങ്ങളെ വലിച്ചിഴക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സന്യാസിയില്ല, അത്യാവശ്യം ഒരു വിവരമൊക്കെ നമുക്ക് വേണ്ടേ? നിങ്ങളിപ്പോൾ പറഞ്ഞ ഔറംഗസീബ് എന്ന പേര് മുസ്ലിമീങ്ങൾ ഇടാറില്ല. അതിൻ്റെ കാരണം അത് തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ പോയാൽ വേദനിപ്പിക്കുന്ന ഒരിക്കലും സഭ്യമല്ലാത്ത ചില ചരിത്രത്തിൻ്റെ മുഖങ്ങളാണെന്നുള്ളത്. ഔറംഗസീബ് എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയാണ്. ഇതെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഔറംഗസീബ് എന്ന ഭാഷ പേർഷ്യൻ ഭാഷയാണ്. മുസ്ലിമീങ്ങൾ പേരിടാറുള്ളത് അറബി ഭാഷയിലാണ്. അറബി ഭാഷയാണല്ലോ ഓരോ പേരിൻ്റെ പേര് അൻസ്വാരി എന്നുള്ളതാണ്. ഖുർആനിൽ അൻസ്വാരി എന്ന വാചകം ഉണ്ട്. അബ്ദുറഹ്മാനും അബ്ദുള്ളയൊക്കെ അറബി ഭാഷയാണ്. ഏതുപോലെ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ, ഹിന്ദു സഹോദരങ്ങൾ വളരെ സമാധാനീയനായിട്ട് കാണുന്ന ഒരാളാണല്ലോ ഛത്രപതി ശിവജിയുടെ പേരാരെങ്കിലും ഇടാറുണ്ടോ? ഛത്രപതി ശിവജി ഇടാറില്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് മറാത്തി ഭാഷയാണ്. മറാഠയിൽ സമൂഹത്തിന് മുമ്പിൽ വലിയ യശസ് ഉയർത്തി വലിയൊരു രാജാവായിട്ടാണല്ലോ നമ്മൾ അവതരിപ്പിക്കുന്നത്. ആ രാജാവിൻ്റെ പേരൊന്നും നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ മലയാളികൾ ഇടുന്നത് എന്താണ്? സ്ത്രീകൾക്കാണെങ്കിൽ അമ്പിളി എന്നിടും, അല്ലേ, രേവതി എന്നിടും. ഇതൊക്കെ മലയാള പേരുകളാണ്, അല്ലേ? ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലോ പുരുഷന്മാർക്കോ ശിവദാസൻ, അതുപോലെ അശോകൻ, ഇങ്ങനത്തെ പേരൊക്കെ ഇടുക. ഇത് മലയാളമുണ്ട്, സംസ്കൃതമുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പേരിടല്. അതുകൊണ്ടാണ് ഔറംഗസീബ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? സിംഹാസനത്തിൻ്റെ അലങ്കാരം എന്നാണ്. ഇനി ഏതെങ്കിലുമൊക്കെ വ്യക്തിത്വങ്ങൾ, ഭൂതകാലത്ത് കഴിഞ്ഞുപോയ വ്യക്തിത്വങ്ങൾക്ക് അവരെന്തെങ്കിലുമൊക്കെ തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇടാത്തത്. നമുക്കങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? നോക്കൂ നിങ്ങൾ, ഹർഷൻ, കാശ്മീരിലുണ്ടായിരുന്ന ഹർഷൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ പട്ടാളത്തിലെ ഒരു സ്ഥാനം വഹിച്ച അല്ലെങ്കിൽ ഒരു തസ്തികയുടെ പേരാണ് ദേവോത്പദന നായകന്മാർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി അവളുണ്ട നിധികളും മറ്റുമൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഒരു സംഘം ഹർഷൻ എന്ന് പറയുന്ന കാശ്മീരിലെ രാജാവിൻ്റെ പക്കലുണ്ടായിരുന്നു. അവരുടെ അനുയായികളിൽ സൈന്യത്തിലുണ്ടായിരുന്നു ദേവോത്പദന നായകന്മാരെന്ന് പറയും. ഇവിടെ ഹർഷൻ എന്ന പേരുള്ള എത്ര പേരുണ്ട്? ഇനി പോട്ടെ, പൃഥ്വിരാജ് എന്ന പേരുള്ള ഒരു ധാരാളം പേരില്ലേ? പൃഥ്വിരാജ് ചൗഹാൻ, ഈ മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് ആദ്യം 1192 വന്ന് പൃഥ്വിരാജ് ചൗഹാനുമായി തറയനിൽ വെച്ച് വലിയ യുദ്ധം നടക്കുന്നുണ്ട്. അതിൽ മുഹമ്മദ് ഗോറി പരാജയപ്പെടുന്നു, തിരിച്ചു പോകുന്നു. പിന്നീട് മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഈ അജ്മീറിൻ്റെ ഭാഗത്തുള്ള കനോജ് ആസ്ഥാനമാക്കി അന്ന് ഭരിച്ചിരുന്ന ജയചന്ദ്രൻ എന്ന് പറയുന്ന രാജാവിനെ തറപറ്റിക്കാൻ വേണ്ടി. കാരണം ഈ പൃഥ്വിരാജ് ചൗഹാനും ജയചന്ദ്രനും തമ്മിൽ ഭയങ്കര കുടിപ്പകയാണ്. ജയചന്ദ്രനെ അടിക്കാൻ വേണ്ടി
അദ്ദേഹത്തിൻ്റെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് പൃഥ്വിരാജ് ചൗഹാൻ ആരെ കൊണ്ടുവരുന്നത്? മുഹമ്മദ് ഘോറിയെ കൊണ്ടുവരുന്നത്. ആ വരവോടുകൂടി പിന്നെ എത്രയോ 700 വർഷക്കാലം പിന്നെ ഇവിടെ മുഗൾ ഭരണമായിരുന്നു. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഇവിടെ ഭരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തരാ ഹിന്ദു രാജാവായ പൃഥ്വിരാജ് ചൗഹാനാണ്. അതുകൊണ്ട് പൃഥ്വിരാജ് എന്ന് ആർക്കെങ്കിലും പേരിടാതിരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പേരിടുന്നതും ഇടാതിരിക്കുന്നതും അതിൻ്റെ ചരിത്ര പശ്ചാത്തലം കൊണ്ടും അല്ലെങ്കിൽ ഹീനമായൊരു ചരിത്രം ഉള്ളതുകൊണ്ടും നന്മയുള്ള അതൊന്നുമല്ല. നമ്മുടെ ഇവിടെ മുസ്ലിങ്ങൾക്ക് പേരിടുന്ന അറബി ഭാഷയിലും ഹിന്ദുക്കൾക്ക് പേരിടുന്നത് മലയാള ഭാഷ, പിന്നെ ചില സംസ്കൃതത്തിലുമൊക്കെ ഉള്ള ഗീതയിലും മഹാഭാരതത്തിലൊക്കെ പറഞ്ഞ ചില പേരുകൾ അവിടെ അത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഔറംഗസീബ് എന്ന പേരിടാത്തത് അത് ഭീകരമുഖ അങ്ങനെ പറയരുത്. മണ്ടത്തരമാണ്, പൊട്ടത്തരമാണ്. പറഞ്ഞു മനസ്സിലായി. മുമ്പ് ടിപ്പു സുൽത്താൻ്റെ കാര്യം ഇതുപോലെ പറഞ്ഞിരുന്നു. ടിപ്പു എന്ന പേരും ഇതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയാണ്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബ പേരാണ്. മനസ്സിലായോ? അപ്പം നമ്മളൊരു കാര്യം പറയുന്നതിന് മുമ്പ് ആ ചരിത്രം ഒന്ന് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം. ചരിത്രം നമ്മൾ അറിയത്തില്ല. പിന്നെ നിങ്ങൾ വാവര നട പൊളിച്ച് പണിയുകയോ പൊളിച്ച് കളയുകയോ നിങ്ങൾ പുതിയ ക്ഷേത്രം പണിയോ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. ഇതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. ഇതിനകത്ത് ഞങ്ങളെയൊന്നും വലിച്ചിടൽ ഞങ്ങൾക്കതിനകത്ത് താല്പര്യമില്ല. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യം. ഞങ്ങളിവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി, യഥാർത്ഥ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ സമാധാനത്തോടെ ഇങ്ങനെ ജീവിച്ചു പോകും. നിങ്ങളുടെ ഒരു വെള്ളച്ചിലൂടെ നടക്കൂല. നിങ്ങളെ ഞങ്ങൾ ചരിത്രം പഠിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് ഉസ്താദ് പറഞ്ഞത്. ഇതിൽ സ്വാമിജിക്ക് ഈ വിഷയം അറിയാത്തത് കൊണ്ടൊന്നല്ല, എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്കുക എന്നുള്ളതാണ്. എന്തായാലും സ്വാമിജിയുടെ അണ്ണാക്കിലേക്ക് ഉസ്താദ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിൽ എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.